ഇനി പാങ് സ്കൂളിൽ ബാക്കിയുള്ളത് LP വിഭാഗത്തിലെ അധ്യാപിക കെ ഹസ്നത്തും KG വിഭാഗത്തിലെ അധ്യാപകരായിട്ടുള്ള യശോദയും റസീന ടീച്ചറും പ്യൂൺ ഗോപാലനും അവർ മാത്രമാണ്. ബാക്കി എല്ലാവരും പാചകത്തൊഴിലാളിയായിട്ടുള്ള സാജിദ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വിനോദയാത്രയ്ക്ക് പോയി കണ്ണീര് നോവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്നുള്ള വേദനയിൽ വിതുമ്പലിലാണ് നാടാകെയുമുള്ളത്. സങ്കടമാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും ഒന്ന് കണ്ടുപോകാൻ പറ്റുന്ന സമയം ഉണ്ടാകില്ല എന്നുള്ളതാണ് നേരത്തെ ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇനിയുള്ള ക്രമീകരണങ്ങൾ? പക്ഷേ അതായത് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ തന്നെ ഇപ്പോൾ ഈ സ്കൂളിലെ പൊതുദർശനം അവസാനിപ്പിച്ചു. സ്കൂളിനകത്തേക്ക് കയറിയ ആൾക്കാരെ മാത്രം ഇപ്പോൾ കാണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അകത്തെ എൻട്രി അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഇവിടെ നിന്ന് അകത്തേക്ക് പ്രവേശനമില്ല. അകത്ത് കയറിയിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ കാണിച്ച് പുറത്തിറക്കിയ ശേഷം മൃതദേഹങ്ങൾ ഓരോന്നായി ഇവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. വീടുകളിൽ പിന്നീട് സംസ്കാര സമയങ്ങൾ കൃത്യമായി ഓരോ ഇടത്തും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓരോ അധ്യാപകരുടെയും സംസ്കാര ചടങ്ങുകൾ എത്ര മണിക്കാണ്, വീടുകളിൽ നിന്ന് എത്ര മണിക്ക് പള്ളിയിലേക്ക് എടുക്കും എന്നീ കാര്യങ്ങളൊക്കെ അല്പം മുമ്പ് ഇവിടെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബന്ധുക്കളും മറ്റുമൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ പോയി കാണാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കാണാൻ പറ്റാതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹം അധിക നേരം ഇവിടെ വെക്കാനും കഴിയുകയില്ല. വീടുകളിൽ കൊണ്ടുപോയി വീടുകളിൽ അല്പനേരം വെക്കേണ്ടതുണ്ട്. അവിടെ മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ എത്തിയിരുന്ന ഈ ടീച്ചർമാരുടെയും മറ്റുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ കാണിച്ചിരുന്നു. അവരെയാണ് ഏറ്റവും ആദ്യം കയറ്റിയിരുത്തുകയും അവരെ ആദ്യം കാണിച്ച് ഇപ്പോൾ തിരികെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളും മറ്റുമൊക്കെ തിരികെ ഇറങ്ങിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു സ്കൂളിനെ സംബന്ധിച്ച് ആ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെയാണ് നഷ്ടമായിരിക്കുന്നത്. ആ അധ്യാപകർക്ക് പ്രത്യേകിച്ച് അവരുടെ ഈ വേനലവധിക്ക് ശേഷം തിരികെ വരുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ കാത്തിരുന്നത്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്നലെ ഉണ്ടായ ആ ഒരു അപകടം, ആ അപകടത്തിൽ 9 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. അതിലൊരു കുട്ടി കൂടി ഉണ്ട് എന്നതാണ്. അതിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള അധ്യാപകരും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത്രമേൽ വേദന ഈ നാടിനുണ്ട്. ഒരുപക്ഷെ അവരുടെ കുടുംബത്തിന് ഇതിനേക്കാൾ ഇരട്ടിയാണ്. അത് എങ്ങനെ താങ്ങാൻ കഴിയും എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പോലും ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. കാരണം ഇവിടെ എത്തുന്ന ഓരോ ആളുകളും അവിടെ കയറി ഇറങ്ങി തിരികെ ഇറങ്ങുമ്പോൾ അവരുടെ കണ്ണുകളിലൊക്കെ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് ഇറങ്ങുന്നത്. കാരണം കൂടെ ആ കുരുന്നു കുട്ടികളുമൊക്കെ ഉണ്ട്. പക്ഷേ അവരോടൊക്കെ ഇനി എന്ത് പറഞ്ഞ് തങ്ങളുടെ ഭാഷയെക്കുറിച്ച് ഇനി എന്താണ് പറയേണ്ടത് എന്നത് കൃത്യമായൊരു മറുപടി ഈ രക്ഷിതാക്കൾക്കില്ല എന്നതാണ്. കാരണം ഇന്നലെ വരെ തങ്ങളുടെ കുരുന്നുകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകളും രക്ഷിതാക്കളുടെ ആശങ്കകളും ഒക്കെ കൃത്യമായി പരിഹരിച്ചിരുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഒരു കുരുന്നിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന അധ്യാപകരാണ് അത് LP സ്കൂൾ അധ്യാപകർ. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവരേറ്റവും താഴെ തട്ടിൽ നിന്ന് കുരുന്നുകളെ കാണുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നവരാണ്. അവരാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇനി അവരെ എങ്ങനെ ഈ കുരുന്നുകളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും, അത് തങ്ങളുടെ രക്ഷിതാക്കൾ എങ്ങനെ കുട്ടികളോട് പറയേണ്ടി വരും, ഇതൊക്കെ വളരെ നമുക്ക് ഏറെ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഇവിടെ തടിച്ചുകൂടിയ ആ കുരുന്നുകളും അതോടൊപ്പം തന്നെ ആ അധ്യാപകരും ഈ നാടിനുമൊക്കെ ഏറെ പ്രിയപ്പെട്ടവരാണ് അധ്യാപകർ. പ്രത്യേകിച്ച് അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ ഒരുമിച്ച് റിട്ടയർ ചെയ്യേണ്ട ആളുകളുമൊക്കെ ഇവിടെ എത്തുകയുണ്ടായി. എന്തായാലും അവരുടെയും ഒക്കെ കണ്ടവും ഇടറുകയും കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയുമാണ് ഇവിടെ നിന്ന് അവർ മടങ്ങുന്നത്. അത്രമേൽ വേദനയോടുകൂടി തന്നെയാണ് ഇന്നലെ ഈ ഒരു വാർത്ത ഇവരെല്ലാവരും കേട്ടത്. പക്ഷേ ഇത്രയും അധികം ജീവനുകൾ പൊലിയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് ഈ നാടിനെ സംബന്ധിച്ച് ഈ നാടിന് താങ്ങാവുന്നതിനും അപ്പുറത്തുള്ളൊരു വേദന കൂടി തന്നെയാണ്. ഇനി വളരെ വലിയ കാലാവസ്ഥ തന്നെ മോശമായിരിക്കുകയാണ്. കനത്ത വെയിലുണ്ട്. ഈ വെയിൽ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകൾ എത്തിയിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ആരെയും ഇനി അകത്തേക്ക് കയറ്റേണ്ടതില്ല പറയുകയാണ്.
എന്തായാലും ഇനി ആരെയും അകത്തേക്ക് കയറ്റേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ കാണാനെത്തിയ ആളുകളൊക്കെ തിരികെ ഇറക്കിയ ശേഷം ആംബുലൻസുകളിൽ കയറ്റി ഓരോ മൃതദേഹങ്ങളും അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇനി കൈക്കൊള്ളുന്നത്. കൃത്യമായ രീതിയിൽ ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ ഈ പൊതുദർശനങ്ങളെല്ലാം തന്നെ ക്രമീകരണമൊക്കെ ഒരുക്കിയതും. കാലയെക്കൂട്ടി തന്നെ ആളുകളെല്ലാം തന്നെ ഈ സ്കൂളിലേക്ക് എത്തിയിരുന്നു. അവരെല്ലാവരും ഏകദേശം കണ്ടു മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റാതില്ല. പക്ഷേ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ വീടുകളിൽ പോകാം എന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ അവരുടെ സംസ്കാര ചടങ്ങുകളും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലേക്കുള്ള വഴികളുമൊക്കെ ഇവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ പള്ളികളുമൊക്കെ കൃത്യമായ രീതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ കാണേണ്ട ആളുകൾ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീടുകളിൽ പോയി കാണാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെയൊക്കെ കൃത്യമായ രീതിയിൽ ഒഴിപ്പിച്ച് ഈ മൃതദേഹങ്ങളെല്ലാം അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ബന്ധപ്പെട്ട അധികാരികളും അതോടൊപ്പം തന്നെ ഇവിടെ ഈ നാട് തന്നെ ഒരു വാളണ്ടിയർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ അതിനുവേണ്ടി ഉണ്ടായി എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ ഏറ്റവും കൃത്യമായ രീതിയിൽ അതിനെ ആസൂത്രണം ചെയ്തുകൊണ്ട് ആളുകൾക്ക് എല്ലാവർക്കും കൃത്യമായ രീതിയിൽ അതിൻ്റെ ഈ മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പറഞ്ഞതിനും അപ്പുറത്തേക്ക് സമയം പോയി എന്നതാണ്. 1 മണിക്കൂറാണ് ക്രമീകരിച്ചിരുന്നതെങ്കിൽ 1 മണിക്കൂറും കഴിഞ്ഞ് 1.5 മണിക്കൂറും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ഇനി മൃതദേഹം എടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഇനിയും കുറേയധികം ആളുകൾ കണ്ട് മടങ്ങി ഇറങ്ങാനുണ്ട്. ഇപ്പോൾ നിലവിൽ കണ്ടു മടങ്ങി ഇറങ്ങുന്ന ായിരുന്നു പ്രവേശനമെങ്കിൽ ഇപ്പോൾ അകത്തേക്ക് കയറ്റുന്നില്ല. അകത്ത് ഉള്ളിൽ ഈ മൃതദേഹം ഇരിക്കുന്ന ആ പ്രദേശത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ആളുകൾക്ക് പഠിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റിയ ടീച്ചർമാർ എന്ത് ചെയ്യാൻ ഇത് അങ്ങനെ ആയിപ്പോയി. പറയാൻ പറ്റുന്നില്ല. പഠിക്കുന്നത് 4ാം ക്ലാസ്. പേരെന്താണ്? സൂറ ടീച്ചർ. വിധിയെന്നോർത്ത് വിലപിക്കുകയാണ്, വിധിയെന്നോർത്ത് സമാധാനിക്കാൻ ശ്രമിക്കുകയാണ് ആ മനുഷ്യരൊക്കെയും. ഒരു സ്കൂൾ തന്നെ അനാഥമാകുന്ന കാഴ്ചയാണ്. ഒറ്റ ദിവസം കൊണ്ടൊരു സ്കൂൾ അനാഥമായി പോയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന് നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ പാങ്ങ് സ്കൂളിൽ നിന്നും അമ്പലപ്പറമ്പ സ്കൂൾ മുറ്റത്ത് നിന്നുമുള്ള ആളുകളുടെ അതിവൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിരിച്ചിരിക്കുന്ന ടീച്ചർമാരുടെ മുഖം കാണുമ്പോൾ യാത്ര പോയിട്ടുള്ള ആളുകളൊക്കെയും അവരൊക്കെ ആ നാടിന് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. നാടുമായി അഭേദ്യമാ വിധത്തിലെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ബന്ധം യഥാർത്ഥത്തിൽ പുലർത്തിപ്പോന്നിട്ടുള്ള ആളുകളായിരുന്നു. ആ നാട്ടിലെ എല്ലാവർക്കും ചിരപരിചിതരായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ആളുകളായിരുന്നു. അവരൊക്കെയും ഇല്ലാതായി പോയതിൻ്റെ ഒരു നേരം പുലരുമ്പോൾ എന്നൊക്കെ പറയുന്ന പോലെ അവരൊക്കെയും പെട്ടെന്നില്ലാതായി പോയതിൻ്റെ വേദനയിലാണ് ആ നാടാകെയും ഉള്ളത്. ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ സ്കൂൾ മുറ്റത്തേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇനി പൊതുദർശനത്തിൻ്റെ അവിടെ നിന്നും എല്ലാവരെയും ഒന്ന് അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കൂ. നേരെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അതിനുശേഷം കാണണമെന്നുള്ളവർക്ക് വീടുകളിലേക്ക് പോകാം. ആ തരത്തിലാണ് സമയക്രമീകരണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നത്.